Hello everyone, welcome back to the second part of the video where we are discussing the essay Nationalism, Modernity and Kerala-ness, a Subaltern Critic by Pradeepan Pambarikunna. So in the first part of the video, we discussed mainly about casteism, how it is a social construct but has been naturalized over the centuries, and how there is a hegemony even among caste where those who take power using the caste identity are considered as secular, and those of the low caste who try to get their freedom through their casteism are undermined. Okay, so let's continue with the essay. അപ്പോൾ അടുത്ത പോയിൻ്റായിട്ട് ഓതർ പറയുന്നൊരു കാര്യമാണ് മോഡേൺ കേരള എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നവോത്ഥാനത്തിൻ്റെ പീരീഡൊക്കെ ആയിരുന്നു. ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നതും എല്ലാവരും അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതും. അപ്പോൾ അവിടെ മെയിനായിട്ട് വന്നിരുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. കോൺഗ്രസിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് സവർണ മോഡേൺ മാൻ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് സവർണ മാൻ. ആ ഒരു എന്താ പറയുക ഒരു ടിപ്പിക്കൽ ഒരു മെയിലായിരുന്നു ഇവർ രണ്ടുപേരുടെയും മോഡൽ. ഇത് രണ്ടും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടറാണ് നോട്ട് ഓൺലി ആർ ദ മെയിൽ ബട്ട് ഇറ്റ് ഈസ് സവർണ മെയിൽ. സവർണ മീനിങ് ഹൈ കാസ്റ്റ്. സോ രണ്ട് പാർട്ടികളുടെയും ഒരു ഐഡിയൽ മാൻ അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് ഹയർ കാസ്റ്റിലെ ഒരു പുരുഷനെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആണ് അവർ ലോ കാസ്റ്റിനെ കൺസിഡർ പോലും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുറേ സ്റ്റീരിയോ ടൈപ്പ് അത് കണക്ട് ചെയ്ത് വരുന്നതാണ്. ഡാർക്ക് സ്കിൻഡ് ആണെങ്കിൽ ആ ഒരു വ്യക്തി ഉറപ്പായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? അവിടെയും കാസ്റ്റിസത്തിന് ഒരുപാടധികം ചേഞ്ച് വന്നെങ്കിൽ പോലും ആ ഒരു സവർണ അല്ലെങ്കിൽ അവർണ ഒരു മൈൻഡ് സെറ്റ് അവിടെ അപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില കൂട്ടർക്ക് മാത്രം അവരുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റി ഫ്ലോണ്ട് ചെയ്യാനുള്ളൊരു അധികാരം ഉണ്ടാകുന്നത്. ഒരു ഭയവും കൂടാതെ അവരുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് അവർക്ക് പവറും പ്രിവിലേജും ലഭിക്കുന്നതും കാരണം ഇത് തന്നെയാണ്. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ എലക്ഷൻ നോക്കുമ്പോഴും നമ്മൾ കാസ്റ്റസ് നമ്മൾ കാണുന്നുണ്ട്. അഗെയിൻ ബിസിനസ് നോക്കുമ്പോൾ കുറേ പ്രോഡക്ട്സും ആ പേരുകൾ വെച്ചിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ദർ ആർ എക്സാമ്പിൾസ് ഇൻ ദ essay as well, like മാറാർ പിക്കിൾസ്, ബ്രാഹ്മിൻ സ്വീറ്റ് ഫ്ലോർ, മാറാർ പപ്പടം, നമ്പൂതിരി ടൂത്ത് പേസ്റ്റ് എക്സെട്ര. അപ്പോൾ ഇവിടെ എല്ലാം കാസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് വരുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോർമൽ ഓർ നാച്ചുറൽ. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ലോവർ കാസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്നതും നമ്മളുടെ മീഡിയയിൽ പോർട്രേ ചെയ്യുന്നതും നമുക്ക് ഓർമ്മ വരുന്നതും എന്തൊക്കെ ഒക്കുപേഷൻ സെക്ടേഴ്സാണ്? സെർവൻസ്, സ്വീപ്പേഴ്സ്, അഗ്രികൾച്ചറൽ സ്ലേവ്, ഫോക്ക് സിംഗേഴ്സ്. എന്തുകൊണ്ട് നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പൊസിഷനിലായിട്ടുള്ള ആൾക്കാരെ ലോ കാസ്റ്റിൽ നിന്നും കാണുന്നില്ല? അതുപോലെ തന്നെ ഒരു നേരെ തിരിച്ചും ഹൈ കാസ്റ്റിലുള്ള ഒരാളെ എന്തുകൊണ്ട് ഈ വക ഒക്കുപേഷൻ സെക്ടറിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല? അതിനുള്ള കാരണം അല്ലെങ്കിൽ ഉത്തരവെന്ന് പറയുന്നത് അങ്ങനത്തെ ഉള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ കാലങ്ങളായി ഉണ്ടായിരുന്നു. അത് അങ്ങനെ അല്ല എന്നല്ല, നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് കാരണമാണ്. സോ ദിസ് മീൻസ് ദാറ്റ് ദി സൈലൻസ് വിത്ത് റിഗാർഡ് ടു ദളിറ്റ്സ് ഇസ് നോട്ട് പേഴ്സണൽ ബട്ട് ഹിസ്റ്റോറിക്കൽ. അതിനുശേഷം വരുന്ന ഒരു പോയിൻ്റാണ് എത്രമാത്രം സവർണ ഓറിയൻറ്റഡ് ആണ് നമ്മുടെ സൊസൈറ്റി, മാത്രമല്ല നമ്മുടെ ലിറ്ററേച്ചർ എന്നും. അതായത് പണ്ടത്തെ കാലത്ത് തന്നെ വിദ്യാഭ്യാസം അതിനുള്ള അവകാശവും അവസരവും കിട്ടിയിരുന്നത് ഹൈ കാസ്റ്റിലുള്ള ആൾക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വന്നിരുന്ന എല്ലാ ലിറ്ററേച്ചർ എഴുതാനുള്ള അധികാരവും അവർക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴും അവരെങ്ങനെയാണോ ലോ കാസ്റ്റ് ആൾക്കാരെ കണ്ടിരുന്നത് അങ്ങനെയായിരുന്നു അവർ പോർട്രേ ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഈ ഒരു ലോ കാസ്റ്റ് ആൾക്കാരെ കണ്ടിരുന്നത് വളരെ ഇൻഫീരിയർ ആയിട്ടാണ്, വീക്കായിട്ടാണ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളൊരു രീതിയിലുള്ളൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു, ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവർക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പെരുമാറ്റത്തിലാണെന്ന് മാത്രമല്ല അവർ എഴുതുന്ന ലിറ്ററേച്ചറിലും അങ്ങനത്തെ രീതിയിലൊരു പോർട്രേലാണ് വന്നിരുന്നത്.
So while the Savarna bodies were considered as respectable and national, the local or the indigenous takes the form of leech, lowly idiot and crow. അതാണ് പല പ്രോവേർബ്സ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ എല്ലാം തന്നെ വിക്ടിം അല്ലെങ്കിൽ ടാർഗറ്റ് ആയി പെടുന്നത് ലോ കാസ്റ്റിലുള്ള ആൾക്കാരാണ്. അത് എഴുതുന്നത് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതോ ഹൈ കാസ്റ്റിലെ ആൾക്കാരും. അങ്ങനെയാണ് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് തന്നെ ഒരു നോർമൽ എന്ന രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ പോപ്പുലർ ആയത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് എം ടിയുടെ നോവലുകൾ പറയുന്നത്. എം ടിയുടെ നോവൽ എല്ലാം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ഫീച്ചേഴ്സാണ് തറവാടും കൂട്ടുകുടുംബവും. അപ്പോൾ അത് എവിടെ നിന്നാണ് എടുത്തത്? ഒബ്വിയസ്ലി ഹൈ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻസ്, നമ്പൂതിരീസ്, നായർസ് അവരുടെ കൂടെയാണ് അല്ലെങ്കിൽ അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് തറവാടും കൂട്ടുകുടുംബവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നോവലിലൂടെ വായനക്കാരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കൾച്ചർ അല്ലെങ്കിൽ ഒരു കേരള സംസ്കാരത്തിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോഴും നമുക്ക് കേരള കൾച്ചർ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ആർട്ട് ഫോംസ് കഥകളി, മോഹിനിയാട്ടം പോലുള്ളവയാണ്. അതുപോലെ തന്നെ തറവാടും കൂട്ടുകുടുംബമാണ് നമുക്കിപ്പോഴും ഓർമ്മ വരുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഫോക്ക് കൾച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നില്ല? കാരണം ഫോക്ക് കൾച്ചറിന് ആ സമയത്ത് ഒരു ഇമ്പോർട്ടൻസ് നൽകിയിരുന്നില്ല. അവർക്ക് അർഹിക്കുന്ന ആ ഒരു സ്പേസ് അവർക്ക് കിട്ടിയിരുന്നില്ല. അതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഹെജമണി വരുന്നത്. നമ്മളിപ്പോഴും തറവാടും അതുപോലെ തന്നെ ആ ഒരു സമയത്തെ വസ്തുക്കളെ നമ്മൾ വിൻറ്റേജ് എന്ന് വിളിക്കുന്നു, എസ്തെറ്റിക് ആണെന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ കൂടുതലും ഈ ഒരു സോ കോൾഡ് ഹൈ കാസ്റ്റ് ആൾക്കാരുടെ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഈ ലോ കാസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നില്ല. അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ താമസിച്ചിരുന്ന വീടുകൾ എങ്ങനെയുള്ളവയായിരുന്നു എന്ന് നമുക്ക് ഒരു അറിവുമില്ല. അതുപോലെ തന്നെ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന ട്രഡീഷൻ, കസ്റ്റം, അവരുടേതായിട്ടുള്ള തനത് കലകൾ അത് ഏതൊക്കെയാണെന്ന് പോലും നമുക്കൊരു അറിവില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണവും നമ്മളിലേക്ക് അത്രയും ഒരു എക്സ്പോഷർ എത്തിയിട്ടില്ല. നമ്മൾ കൂടുതലും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഇപ്പോഴും ആ ഒരു ഹൈ കൾച്ചറാണ്. അതാണ് ഓഥർ പറയുന്നത്. അതായത് പണ്ടത്തെ ആ ഒരു ഡിസ്കോഴ്സ്, പുരാണാസ്, ഉപനിഷത്ത് അതൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അറിയാവുന്ന ആൾക്കാർ ബ്രാഹ്മിൻസും സവർണാസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തന്നെ സുപ്പീരിയർ ആണെന്നുള്ള രീതിയിൽ കാണിച്ചു. അതുതന്നെയാണ് ബാക്കിയുള്ളവർ വിശ്വസിക്കുകയും ചെയ്തത്. കാരണം സാൻസ്ക്രിറ്റ് ഒക്കെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അതറിയാവുന്നവനാണ് ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസമുള്ളവൻ അല്ലെങ്കിൽ അറിവുള്ളവൻ എന്നുള്ള രീതിയിലൊരു സ്റ്റീരിയോ ടൈപ്പും ഉണ്ടായിരുന്നു. ഈ ഒരു സവർണ ബ്യൂട്ടി അതാണ് ഏറ്റവും കൂടുതൽ മോഡേൺ കേരള റൈറ്റേഴ്സ് പോലും എഴുതിയിരുന്നത്. അതായത് എങ്ങനെയാണോ ഈ ഒരു ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ സമയത്ത് ബ്രിട്ടീഷ് സുപ്പീരിയർ ആണെന്ന് പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെയാണ് ഹൈ കാസ്റ്റ് അല്ലെങ്കിൽ സവർണാസിൻ്റെ ബ്യൂട്ടി അതാണ് സുപ്പീരിയർ എന്നുള്ള രീതിയിലുള്ളൊരു ഐഡിയോളജി പരന്നിരുന്നത്. ആൻഡ് on the face of Kerala modernity, the mainstream citizenship is typically a Savarna Hindu or a Savarna Christian, an individual who romantically imagines himself as different from the society around him. Dalits only attained a peripheral position, posing as peons and servant. അപ്പോൾ ഇങ്ങനെയാണ് ആ സമയത്ത് ഡിസ്കോഴ്സ് പോലും വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയും ആ വഴിക്ക് ആയിരിക്കും മോൾഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. ആൻഡ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഡിക്ലൈനോടെയാണ് ഇതിനൊരു മാറ്റം വന്നത്. സോ ഇറ്റ് വാസ് ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, ഗ്ലോബൽ ഐഡിയോളജിക്കൽ ക്രൈസിസ് ആൻഡ് കൾച്ചറൽ ട്രാൻസാക്ഷൻ ആഫ്റ്റർ മോഡേണിസം, Dalits rose to demand a right to authorship, aiming to strengthen the awareness of their caste, claiming benefit through it and demanding a share of power. ഇതിൽ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് പോൾ ചിറക്കോരുട്സ്, പുലയത്തറ ആൻഡ് കവിയൂർ മുരളീസ് അയ്യങ്കാളിപ്പട. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെയാണ്, ഇതൊക്കെ ദളിത് റൈറ്റേഴ്സാണ്. ഇവർക്കും ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അവകാശവും അവസരവും അതുപോലെ തന്നെ എഴുത്തിലേക്കുള്ളൊരു വഴിയും
തെളിഞ്ഞു വന്നത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ഡിക്ലൈൻ ചെയ്ത അവസരത്തിലാണ്. ഒരു മോഡേണിസത്തിൽ നിന്ന് പോസ്റ്റ് മോഡേണിലേക്ക് വരുന്ന ആ ഒരു സമയത്താണ്. ഇവിടെ എടുത്തു പറയുന്ന ഒരു റൈറ്ററാണ് സി അയ്യപ്പൻ. He was a modernist writer who problematized the fake human face of modernism. He reveals the oppressive nature of Kerala modernity's literary formations. And he also used magical realism in the Kerala context. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് എല്ലാം തന്നെ വളരെ ക്രിയേറ്റീവ് ആണെന്ന് മാത്രമല്ല, അതിലെല്ലാം തന്നെ ഒരു ദളിത് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ദളിത്സിൻ്റെ ജീവൻ എങ്ങനെയാണെന്നും അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ സൊസൈറ്റിയിലേക്ക് എത്തി. അദ്ദേഹത്തെ പോലെ തന്നെ മറ്റ് ദളിത് റൈറ്റേഴ്സും അവരുടെ എക്സ്പീരിയൻസസ് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഇതുവരെ സവർണ അല്ലെങ്കിൽ ഹൈകാസ്റ്റ് ആൾക്കാർ പറഞ്ഞു വെച്ചിരുന്നതിന് ഒരു വിപരീതമായിട്ടുള്ളൊരു ഡിസ്കോഴ്സ് വരാൻ തുടങ്ങിയതും. ശരിക്കും എന്താണ് ദളിത്സ് ഫേസ് ചെയ്തിരുന്ന ആ ഒരു സ്ട്രഗിൾ, ദളിത്സ് മാത്രമല്ല ആ ഒരു ലോ കാസ്റ്റ് ആൾക്കാർ അവരനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് വായനക്കാർക്ക് മനസ്സിലാവുന്നത് ഇവർ എഴുതാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു എക്സാമ്പിളാണ് ഉച്ചയുറക്കത്തിൽ, അതുപോലെ ഞണ്ടുകൾ. ഇത് രണ്ടും സി അയ്യപ്പൻ്റെ വർക്ക്സ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് പോസ്റ്റ് മോഡേണിസം. അപ്പോൾ പോസ്റ്റ് മോഡേണിസ്റ്റ് ഏജ് ആയപ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ രീതിയിലുള്ളൊരു ഡിസ്കോഴ്സ് വരാൻ തുടങ്ങിയത്. സവർണ റൈറ്റിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ വരാൻ തുടങ്ങിയത്. സോ ദി പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ്സ് റിക്കൗണ്ട് ദ സ്റ്റോറീസ് ഓഫ് സ്മോൾ ലൈഫ്സ് ദാറ്റ് വേ അതർവൈസ് ഹിഡൻ ഫ്രം മോഡേണിസ്റ്റ് ഡിസ്കോഴ്സ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥ വന്നത് ഈ ഒരു സമയത്താണ്. കൂടുതലും അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി, അതിന് മുമ്പും ആത്മകഥകൾ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലൊരു പോപ്പുലറായിട്ട് വന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ നേരത്തെ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പിനായിരുന്നു ഇമ്പോർട്ടൻസ് എങ്കിൽ ഇപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിനായിരുന്നു ഇമ്പോർട്ടൻസ്. സാധാരണക്കാരൻ്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു കൂടുതൽ ആൾക്കാർക്കും വായിക്കാൻ ഇഷ്ടം. അതുപോലെ തന്നെ നേരത്തെ ഇൻഡിവിജ്വലിനായിരുന്നു ഇമ്പോർട്ടൻസ് എങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റിക്കും ഒക്കുപ്പേഷനായിരുന്നു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നേരത്തെ കൂടുതലും വിജയങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു പോപ്പുലർ ഫിക്ഷനിൽ എഴുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ അതെല്ലാം തന്നെ തീമായിട്ട് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡിസപ്പിയറിംഗ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് അപ്പിയറൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഹിസ്റ്ററി. അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ സമയത്ത് വന്ന കുറച്ച് ചേഞ്ചസ്, മെയിൻലി ഇൻ ലിറ്ററേച്ചർ. അത് മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ എഴുതാൻ അറിയാത്തവർക്ക് പോലും സ്ക്രൈബിൻ്റെ ഒരു സഹായത്തോടെ എഴുതാനുള്ളൊരു അവസരവും കൂടി വന്നത് ഈ ഒരു പോസ്റ്റ് മോഡേൺ ടൈം പീരീഡിലാണ്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് CK ജാനു, ഒരു ആദിവാസി ലീഡറാണ്. അതുപോലെ നളിനി ജമീല സെക്സ് വർക്കറാണ്. മൈലമ്മ ലീഡർ ഓഫ് പ്ലാച്ചിമട സ്ട്രഗിൾ. ഇവരുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഓഥർ പറയുന്ന പോയിന്റ് ഇതാണ്, അതായത് ഇവർക്ക് വിദ്യാഭ്യാസം അധികമില്ല, അല്ലെങ്കിൽ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസം ഇല്ല, എഴുതാനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ സ്ക്രൈബ് വഴി അവർക്കും അവരുടെ കഥകൾ എല്ലാവരിലേക്കും എത്തിക്കാനുള്ളൊരു അവസരവും ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടായി. സോ ബേസിക്കലി പോസ്റ്റ് മോഡേണിസം challenged the elite ideals of literature because the theme was the complexity of social reality. നേരത്തെ ഒറ്റൊരു കൂട്ടർ പറയുന്ന കാര്യം മാത്രമായിരുന്നു ഒരു ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ ഒറ്റൊരു കൂട്ടരുടെ കഥ മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ, അവരുടെ വശം മാത്രമേ നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നിട്ട് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഒരു റിയാലിറ്റി സംസാരിക്കാനുള്ളൊരു അവകാശവും സ്പേസും അവർക്ക് കിട്ടി. അങ്ങനെ മൾട്ടിപ്പിൾ ഡിസ്കോഴ്സിനുള്ളൊരു അവസരം അവിടെ ഉണ്ടായി. ആൻഡ് ഓൾസോ ദേ ഡെൽറ്റ് വിത്ത് സ്പെസിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ഇഷ്യൂസ് ആൻഡ് വിത്ത് ഹീറോയിക് ക്രൈസിസ് ഫേസ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽസ്. For new literature, there are no great human beings and hence no heroes either. So as a conclusion, we can say that the mainstream Savarna literature, that is that of the high culture, of the high caste,
it is still considered as aesthetic theories and it is still seeking universal truth, while the subaltern groups strengthen new movements in Malayalam literature. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫെമിനിസം പോലത്തുള്ള പല തിയറീസും ഇപ്പോൾ വരാൻ തുടങ്ങിയപ്പോഴേക്കും നേരത്തെ ഒരു പേട്രിയാർക്കൽ ഒരു സവർണ മെയിൻ സ്ട്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ സ്ട്രീം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ പേട്രിയാർക്കൽ സവർണ ഡിസ്കോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഫെമിനിസം പോലത്തുള്ള പല തിയറീസും വരാൻ തുടങ്ങിയപ്പോൾ അതിലൂടെ തന്നെ വി ഹാവ് ഫെമിനിസ്റ്റ് റീഡിങ്, വി ഹാവ് ദളിത് റീഡിങ് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ അതിന് തന്നെ ഒരു സവർണ ലിറ്ററേച്ചറിന് തന്നെ ഒരു എന്താ പറയുക, ഒരു ചാലഞ്ചായിട്ട് ഇപ്പോൾ ഒരുപാടധികം പേഴ്സ്പെക്റ്റീവിലും ഒരുപാടധികം തിയറി ബേസ്ഡ് ആയിട്ടും റീഡിങ്സ് വരുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും മെയിൻ സ്ട്രീം ആയിട്ട് എസ്തെറ്റിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സവർണ ലിറ്ററേച്ചർ തന്നെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാസ്റ്റിസം എത്രമാത്രം ഡീപ്ലി റൂട്ടഡ് ആണെന്നാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു അത്ര പെട്ടെന്ന് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു അതോറിറ്റിയാണ്. അതൊരു പക്ഷേ ഇനിയും ഒരു നൂറ്റാണ്ടുകളിലെടുക്കും. ഒരു പക്ഷേ കാസ്റ്റിസം എല്ലാ അർത്ഥത്തിലും നശിക്കണമെങ്കിൽ ഇനിയും നൂറ്റാണ്ടുകൾ എടുക്കുമെന്നാണ് ഓഥർ പറയുന്നത്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി essay. I hope this was useful and please refer the first part of the video as well for the introduction, and I'll see you in the next video. Till then, take care. Thank you.